കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തിയെന്ന വാർത്ത നേരത്തെ നമ്മൾ പറഞ്ഞു. തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ ഒരു കൈനോട്ടക്കാരനാണ് ഇത് വിളിച്ചു പറഞ്ഞത്. അയാൾ 24-ലൂടെ കുട്ടിയുടെ ദൃശ്യം കണ്ടിട്ടാണ് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. ഇന്നലെ മുതൽ CCTV ദൃശ്യങ്ങൾ പിന്തുടർന്ന ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു. തുടർന്നാണ് കുട്ടി തൊടുപുഴയിലുണ്ടെന്നുള്ള വിവരം അവർക്ക് ലഭിച്ചതെന്ന് പിതാവ് പറയുന്നു. CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. എന്നാൽ ഈ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം തൊടുപുഴ പോലീസ് കേസെടുക്കുമെന്ന് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നു. പോക്സോയിലെ 7, 8 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുക. കൈനോട്ടക്കാരൻ ശിവകുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നും രാഹുൽ വിജയൻ പറയുന്നു. രാഹുൽ, എന്ത് സാഹചര്യത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്? ഈ കുട്ടിയെ കാണാതായതിൻ്റെ പിന്നിൽ ഈ കൈനോട്ടക്കാരൻ എന്തെങ്കിലും റോളുണ്ടോ? ഇന്നലെ ഈ കുട്ടി തൊടുപുഴയിൽ എത്തിയതിനു ശേഷം ഈ കൈനോട്ടക്കാരനായിട്ടുള്ള ശിവകുമാറിനാണ് ഈ കൈനോട്ടക്കാരന്റെ പേര്. ഇയാള് ഈ കുട്ടിയെ കണ്ടിരുന്നു. അതിനുശേഷം ഈ കുട്ടിയെ ഇയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രമല്ല, ഈ കുട്ടിയെ ഇയാൾ മർദ്ദിച്ചു എന്നും ഉപദ്രവിച്ചു എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ കൈനോട്ടക്കാരനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പോക്സോ വകുപ്പിലെ 7, 8 ഈ വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസെടുക്കുക എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഈ കൈനോട്ടക്കാരൻ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് താനും. പിതാവ് പറഞ്ഞതനുസരിച്ച് ഈ കൈനോട്ടക്കാരനാണ് കുട്ടി ഉണ്ട് എന്നുള്ള വിവരം പിതാവിനെ വിളിച്ചറിയിച്ചത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കൈനോട്ടക്കാരൻ ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം. ഓക്കെ, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.